നിങ്ങൾ നിങ്ങളല്ല എന്ന് കരുതുന്നുണ്ടോ? നമുക്കൊന്ന് നോക്കിയാലോ. When identity is false, dharma fails. True self-awareness restores right living. ഞാനല്ല മറ്റൊന്നാണ് എന്ന് കരുതുന്ന ഇടത്താണ് ധർമ്മം തെറ്റിപ്പോകുന്നത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുവാനാകട്ടെ. ഇതെന്താണ് ഇങ്ങനെ ഒരു വിഷയം? ഞാനല്ല എന്ന് കേൾക്കുമ്പോ കൗതുകം തോന്നും. ഞാനല്ല മറ്റൊന്നാണ് എന്ന് കരുതുന്ന ഇടത്താണ് ധർമ്മം തെറ്റിപ്പോകുന്നത്. അപ്പൊ പിന്നെ ഈ ഞാനാരാ? നമ്മള് ജീവിക്കുന്നത് സമൂഹത്തിന്റെ ഇടയിലാണ്, സംസ്കാരത്തിന്റെ ഇടയിലാണ്, വിദ്യ നേടിക്കൊണ്ടാണ്. മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് മൂർത്തരൂപങ്ങളില്ലാതെ ഭാവന ചെയ്യാനുള്ള അവന്റെ ശേഷിയും ഭാവന ചെയ്യുന്നതിനെ മൂർത്തവൽക്കരിക്കാനുള്ള ശേഷിയുമാണ്. അപ്പോ ഭാവന എന്നുള്ളത് മനുഷ്യന് കരഗതമായ സിദ്ധിയാണ്. അതിന് എല്ലാ അർത്ഥത്തിലും അവൻ ദുരുപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്കാരത്തിനും വിദ്യയ്ക്കും അനുസരിച്ച്, സമൂഹത്തിനനുസരിച്ച് അവന്റെ വ്യക്തിപ്രഭാവത്തെ രൂപകൽപ്പന ചെയ്ത് അവൻ പ്രയോഗിക്കുന്നുണ്ട്. ഇതൊന്നും തെറ്റല്ല, ഇതിങ്ങനെയൊക്കെയാണ് പോവുക. അവിടെ ഒന്നും അതിന്റെ പ്രശ്നങ്ങളില്ല. അപ്പൊ ഓരോരുത്തർക്കും അവനവനെ കുറിച്ച് മനസ്സിലായതിനനുസരിച്ച് ജീവിക്കുന്നു, അവനവന്റെ ധർമ്മങ്ങൾ ചെയ്യുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു. അതൊക്കെ ഒരു വഴി പോകുന്നുണ്ട്. എന്നിട്ടും കർമ്മദോഷങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? ധർമ്മ വിഭ്രംശം വരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെയാണ് ഞാൻ തന്നെയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്നത്. നമ്മൾ ഈ രൂപത്തിലല്ല. എന്താണ് എനിക്ക് പറ്റിയത്? എവിടെ ഒരു കുഴപ്പമുണ്ടല്ലോ, എന്തോ ശരിയാകാനുണ്ടല്ലോ, എന്തോ ശരിയാക്കാനുണ്ടല്ലോ എന്ന ഒരു ചിന്ത നമ്മിൽ പലപ്പോഴും ഉണ്ടായി വരുന്നത്. നമ്മൾ ഇതിന്റെയൊക്കെ പഠിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുന്നതിന്റെ ഭാഗം എന്ന് പറയുന്നത് ആധ്യാത്മിക പാഠങ്ങളിലൂടെ, ഹോളി സ്ക്രിപ്റ്റേഴ്സിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു എറർ കറക്ഷന് വേണ്ടിയുള്ള ലോങ്ങിങ് ആണ്. നമുക്കൊരു എറർ എവിടെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നിടത്തു നിന്നാണ് നമ്മൾ ഈ സത്യാന്വേഷണത്തിന്റെ വഴിയിലേക്ക് തിരിയുന്നത്. അപ്പൊ ആ എറർ ഇവിടെയാണ് സംഭവിച്ചത്. ഇതാണ് നമ്മുടെ പരിശോധന. ധർമ്മം തെറ്റിപ്പോകുന്നു എന്നൊരു പദം നേരത്തെ ഉപയോഗിച്ചു. അപ്പൊ ധർമ്മം എന്നുള്ളതിടത്തും തുടങ്ങാം. എന്താണ് ധർമ്മം? നമ്മിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തമാണ് ധർമ്മം. നാം എന്താണോ ചെയ്യേണ്ടുന്നത് അത് ധർമ്മം. നമ്മിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വം, ദൗത്യം, നിയോഗം എന്നൊക്കെ പറയാം. അതെന്താ? അതിനുവേണ്ടിയാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് പർപ്പസ് എന്ന് പറയുന്നത്, പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിന് ഒരു പർപ്പസ് ഉണ്ടെന്ന് പറയുന്നത്. അതെന്താ? അവിടെ നിന്ന് നമ്മൾ വിശകലനം ചെയ്ത് തുടങ്ങുമ്പോൾ ഈ ഞാനെന്നുള്ളതിന്റെ ഉറവിടത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു പോകേണ്ടി വരും. വ്യവസ്ഥാ നിയമപ്രകാരം നമ്മൾ കൂടുകൾക്കകത്ത് കൂടുകളായിട്ടുള്ള ഒരു വിന്യാസത്തിന്റെ അകത്ത് നമ്മുടെ തൊട്ടുമുകളിലുള്ള ഉപരിവ്യവസ്ഥയാകുന്ന ഒന്നിന്റെ, തൽക്കാലം അതിനെ ഭൂമി എന്നെടുക്കാം മനസ്സിലാകാനുള്ള എളുപ്പത്തിന് വേണ്ടി, ഭൂമി എന്ന ആ മഹാസംവിധാനത്തിന്റെ, മഹാഗർഭപാത്രത്തിന്റെ അകത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഭൂമി എന്ന മഹാഗർഭപാത്രത്തിന്റെ ശരീരം, ആ ശരീരത്തിന്റെ ഒരു അംഗം അല്ലെങ്കിൽ അവയവം എന്ന രൂപത്തിലാണ് നമ്മൾ അവിടെ ഉള്ളത്. ഒരു അവയവം ഒരു ശരീരത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്, ശരീരത്തിന്റെ ഒരു ആവശ്യം നടപ്പിലാക്കാൻ വേണ്ടിയാണ്. നാക്ക് എന്റെ വായിലുണ്ടായിട്ടുള്ളത് സംസാരിക്കാനും ഭക്ഷണം ഇറക്കാനും അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ്. അപ്പൊ ആ പണികൾ ചെയ്യുക എന്നുള്ളതാണ് നാക്കിന്റെ ധർമ്മം. കൈ എനിക്കുണ്ടായിട്ടുള്ളത് ഭക്ഷണം വായിലെടുത്ത് വെക്കാനും മുന്നിലുള്ളത് പറഞ്ഞു മാറ്റാനും വേണ്ടിയാണ്. കാലുകൾ എനിക്കുള്ളത് എന്റെ ശരീരത്തെ നീക്കാൻ വേണ്ടിയാണ്. ഇതിനിങ്ങനെ ശരീരത്തിലെ ഓരോ അംഗത്തിനും ഓരോ ധർമ്മങ്ങളുണ്ട്.
ശരീരത്തിലെ ഓരോ അംഗത്തിനും ആ ധർമ്മങ്ങൾ നൽകിയത് ആരാണ്? ഈ ശരീരമാണ്. ശരീരം ഉരുവാകുന്ന സമയത്ത് ശരീരത്തിനൊപ്പം ഉണ്ടായതാണ് ഈ അവയവം എന്നൊക്കെ നമുക്ക് പറയാം. അവയവങ്ങൾ ചേർന്നാണ് ശരീരം ഉണ്ടായത് എന്നൊക്കെ പറയാം. പക്ഷെ ഈ ശരീരം എന്നുള്ള ഒരു അവസ്ഥയെ മൊത്തത്തിൽ എടുക്കുമ്പോൾ ഈ അവയവത്തിന് ശരീരത്തിന് വേണ്ടുന്ന ഒരു ധർമ്മം ചെയ്യുക എന്നുള്ള നിയോഗമാണ് ഉള്ളത്. ഉപരിവ്യവസ്ഥയായ ഭൂമിയുടെ ശരീരത്തിന്റെ ഒരാവശ്യത്തിനു വേണ്ടി ഉരുവാക്കപ്പെട്ടതാണ് ഞാൻ എന്ന ബോധ്യം നമുക്കുണ്ടായിട്ടില്ല. ഞാനതിന്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്, ഞാൻ പ്രകൃതിയുടെ ഭാഗമാണ് എന്ന് പറയുന്നുണ്ട്. ആധുനിക കാലത്ത് അങ്ങനെ പോലുമല്ല. പ്രകൃതി അവിടെ ഉണ്ട്, ഞാൻ ഉണ്ട്. ഞാനും പ്രകൃതിയും രണ്ട് എൻറ്റിറ്റികളാണ്. പ്രകൃതി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തെ നിലനിർത്താൻ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു റിസോഴ്സ് സെന്ററാണ്, വിഭവ കേന്ദ്രം. ആ വിഭവ കേന്ദ്രത്തിൽ നിന്നും വേണ്ടതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം എന്നുള്ളതാണ് പല ചിന്താ പദ്ധതികളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും കൺസ്യൂമറിസം. എനിക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഉള്ളതെല്ലാം അത് ബോധിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ അതിനെ കൃത്യമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ പരിസ്ഥിതിയെ കുറിച്ച് പഠിക്കും, വിഭവങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ പരിസ്ഥിതിയെ കുറിച്ച് പഠിക്കണം. പരിസ്ഥിതിയെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രകൃതിയെ കുറിച്ച് പഠിക്കണം. അപ്പൊ പരിസ്ഥിതിയും പ്രകൃതിയും തമ്മിലുള്ള ഒരു ദ്വന്ദ്വം നമുക്ക് മനസ്സിലാവും. പരിസ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള പരിതസ്ഥിതിയാണ്, നമ്മുടെ ചുറ്റുപാടുമുള്ള സ്ഥിതിയാണ്. പ്രകൃതി എന്ന് പറയുന്നത് അത് തന്നെ. പക്ഷേ പ്രകൃതി എന്ന് പറയുന്നത് പ്രകർഷണകൃതമായതാണ്, വിശിഷ്ടമായി രൂപം കൊണ്ടതാണ്. ആ വിശിഷ്ടമായി രൂപം കൊണ്ട ആ ഒന്നിനെ പഠിക്കുന്ന സമയത്ത്, അറിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതിന്റെ കാര്യകാരണ ബന്ധങ്ങൾക്ക്. ഈ പ്രകൃതി ഉണ്ടായ, പ്രകൃതിയിലെ ഘടകങ്ങൾ ഉണ്ടായ ആ ഒരു സീക്വൻസ് ഉണ്ട്, അതിനൊരു കാര്യകാരണ ബന്ധമുണ്ട്. ആ കാര്യകാരണ ബന്ധപ്രകാരം ഞാൻ എന്നുള്ള ഒരു രൂപകൽപ്പന, ഞാൻ എന്നുള്ള സത്തയുടെ രൂപകൽപ്പന ഉപരിവ്യവസ്ഥയുടെ ആവശ്യപ്രകാരമാണ് എന്ന്. ഞാൻ എന്റെ പരിസ്ഥിതിയെ മാറ്റുന്നു, പ്രകൃതിയെ മാറ്റുന്നു എന്നുള്ളതിനേക്കാളും പ്രാധാന്യമുള്ളത് ഉപരിവ്യവസ്ഥയുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എന്നും ഞാൻ ഉരുവായിട്ടുള്ളതും പ്രവർത്തിക്കുന്നതുമെല്ലാം ഉപരിവ്യവസ്ഥയ്ക്ക് വേണ്ടിയാണെന്നും ആണ്. എന്നാൽ ഉപരിവ്യവസ്ഥയ്ക്ക് അതിന്റെ ശ്രദ്ധയും മനസ്സും ഊർജവും ഒക്കെ ഓരോ ഇടത്തും കൊണ്ട് ചെലവാക്കാൻ കഴിയാത്തത് കൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവുകേട് എന്നുള്ള അർത്ഥത്തിലല്ല, അത് കഴിയാത്തത് കൊണ്ട് അവിടെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ബോധം അതാത് പ്രദേശങ്ങളിൽ സ്വതന്ത്ര തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കാൻ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അധികാരമോ അവകാശമോ അർഹതയോ ശേഷിയോ ഒക്കെ നൽകിക്കൊണ്ടാണ് നമ്മളെ ഉരുവാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുന്നത്, അതുകൊണ്ടാണ് സ്വതന്ത്രമായി പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നത്. ആ സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷിയാണ് നമ്മുടെ ഉള്ളിൽ ഒരു അബദ്ധധാരണ ഉണ്ടാക്കി തരുന്നത്. ഞാനാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത്, ഞാനാണ് ഇതിനെല്ലാം നിയന്ത്രിക്കേണ്ടത്, എന്റെ ഇച്ഛപ്രകാരമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന ധാരണയിലേക്ക് കൊണ്ടുപോകുന്നത്. ആധ്യാത്മിക പഠനങ്ങളിൽ തന്നെ എന്റെ മനസ്സാണ്, എന്റെ അന്ധക്കരണങ്ങളാണ് എന്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്, എന്റെ ബോധം കൊണ്ടാണ് ഞാൻ നിരീക്ഷിക്കുന്നത്, നമ്മുടെ മനസ്സിൽ എന്താണുള്ളത് അതാണ് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ള വ്യാഖ്യാനങ്ങളുണ്ടല്ലോ. ഈ വ്യാഖ്യാനങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, ഒരുപാട് പുലിവാലുകൾ അതിന്റെ പുറകെ കിടക്കുന്നുണ്ട്. ഈ വ്യാഖ്യാനം കൊണ്ടാണ്, എന്റെ മനസ്സുകൊണ്ട് ആവിഷ്കരിക്കുന്നതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ മൊത്തം നിലയുടെ ഒരു ഭാഗമാണ് ഞാൻ പ്രപഞ്ചത്തെ കണ്ടറിയാനായിട്ട് തുറന്നു വയ്ക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ചയുടെ രൂപഭാവങ്ങളെ എന്റെ കാഴ്ചപ്പാടുകൾ നിയന്ത്രിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ഞാൻ എങ്ങനെയാണോ മനസ്സിൽ കരുതി വെച്ചിട്ടുള്ളത് അതിനനുസരിച്ചാണ് എന്റെ മുന്നിലുള്ള കാഴ്ചകളെല്ലാം ഉണ്ടാവുക എന്നുള്ളതിനേക്കാളും മനസ്സിലാക്കേണ്ടത് ഈ കാഴ്ചകളെല്ലാം ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുന്നത് എന്റെ കാഴ്ചപ്പാടിനനുസരിച്ചാണ്. എന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോ ഉപരിവ്യവസ്ഥയുടെ ധർമ്മം അല്ലെങ്കിൽ ഉപരിവ്യവസ്ഥയുടെ ഒരു പ്രത്യേക ദൗത്യം, ഒരാവശ്യം നിർവഹിക്കാൻ വേണ്ടി ഞാനിവിടെ ഉരുവായിട്ടുണ്ട്. അതാണ് എന്റെ പർപ്പസ്. ഉപരിവ്യവസ്ഥ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, ദൗത്യം, നിയോഗം, അതാണ് എന്റെ പർപ്പസ്. അവിടെയാണ് ഞാൻ ഈ സംസ്കാരത്തിൽ ജനിച്ചു വീഴുന്നത്, ഈ ദൗത്യവുമായിട്ട്. അപ്പോ എന്റെ ശരീരത്തിന്റെ ഫെസിലിറ്റി എങ്ങനെയാണ് ഈ ദൗത്യം നിർവഹിക്കാൻ പാകത്തിലുണ്ട്. എന്റെ ശരീരത്തിന്റെ ലക്ഷ്യം, ആക്കം എന്ന് പറയുന്നത് മനസ്സിലാവുമല്ലോ. ഊഞ്ഞാലാടുന്ന സമയത്ത് ഊഞ്ഞാല് ആടിക്കഴിഞ്ഞാൽ പുറകോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് മുൻപോട്ട് പോകാനുള്ള ഒരു ത്വര ഉണ്ടാവും. അതിനെയാണ് ആക്കം എന്ന് പറയുക. അത് മറ്റൊരു വഴിക്ക് പോകില്ല. ആക്കം
നമ്മളൊരു വാഹനം കൊണ്ടുപോകുന്നു, പെട്ടെന്ന് വലതുവശത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ വണ്ടി അപ്പുറത്തേക്ക് മറിഞ്ഞു കെട്ടി വീഴും. എന്തുകൊണ്ടാണ്? വണ്ടിയുടെ ആക്കം ആ ദിശയ്ക്കാണ്. അപ്പോ ഉള്ളിൽ നിന്നുള്ള ആ ഒരു പ്രേരണ, മൊമെന്റം കൊണ്ടുണ്ടാവുന്ന ഒരു തള്ളലാണ് ആക്കം എന്ന് പറയുന്നത്. അപ്പോ എനിക്കൊരു ധർമ്മമുണ്ടെങ്കിൽ ഈ ധർമാനുസൃതമായ ഒരു ആക്കമാണ് എനിക്ക് ഉണ്ടാവുക. ധർമാനുസരണമായിട്ടുള്ള ഒരു ശരീര സംവിധാനമാണ് എനിക്ക് ഉണ്ടാവുക. ആ ധർമ്മത്തിനനുസരിച്ചുള്ള ചോദനകളാണ് എനിക്ക് ഉണ്ടാവുക. അവിടെയാണ് നമ്മൾ ജനിച്ച കാലം മുതൽ അവനെ സംസ്കാരത്തിന്റെ വഴിയിലേക്ക് പിടിച്ച് ട്രാക്ക് ചെയ്യുന്നത്. പ്രകൃതിയല്ല വേണ്ടത്, നമുക്ക് സംസ്കൃതിയാണ് വേണ്ടത്. ശരിയാണ്, സംസ്കാരം ആവശ്യമാണ്. സംസ്കാരത്തിന്റെ പേരിൽ നമ്മുടെ പ്രകൃതത്തെ സപ്രസ് ചെയ്തിട്ട് സംസ്കാരം നമ്മളിൽ പഠിപ്പിക്കുന്ന സമയത്ത് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ നമ്മുടെ ദൗത്യം ഉണ്ടല്ലോ, ധർമാനുസരണമുള്ള ആക്കം, ഈ ആക്കത്തിനെയാണ് നമ്മൾ എപ്പോഴും തിരിക്കുന്നത്. ഒരു കുട്ടി വീഴാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ താങ്ങും, അപകട ഭീതി കൊണ്ടാണ്. ഒരു കുട്ടി വീണ് കിടക്കാന്ന് വെച്ചാൽ അവൻ കിടന്ന ഇടത്തുനിന്ന് ഇങ്ങനെ നീന്തി പോയിട്ട് എവിടെയെങ്കിലും പിടിച്ച് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് അവൻ മുകളിലേക്ക് കയറാനാണ് ശ്രമിക്കുക. കയറുന്ന സമയത്ത് നമ്മൾ പറയും വീഴും, കയറരുത്, താഴെ ഇറങ്ങുന്നു പറയും. അവന്റെ ആക്കം മുകളിലേക്ക് പോകാനാണ്. അവന്റെ പാനൻ മുകളിലേക്കാണ് അവനെ ഉയർത്താൻ ശ്രമിക്കുക. ഏതൊരു ചെടിയും നട്ടു കഴിഞ്ഞാൽ മുകളിലേക്കല്ലേ പോകുക. ആ മുകളിലേക്കുള്ള പോക്ക് അവന്റെ ഉള്ളിൽ എംബെഡഡ് ആണ്. പക്ഷെ നമ്മൾ ഉടനെ തന്നെ അവനെ തിരച്ചീനമായ ഒരു പ്രതലത്തിൽ നിർത്താൻ ശ്രമിക്കും. നീ മുകളിലേക്ക് പോകരുത്, ഇവിടെ തന്നെ നിൽക്ക് എന്ന് പറയും. അവിടെ മുതൽ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തില്, അവന്റെ നടത്തത്തിന്റെ കാര്യത്തില്, വസ്ത്രധാരണത്തിന്റെ കാര്യത്തില്, അവന്റെ അടിസ്ഥാന ചോദനകളുടെ കാര്യത്തില് ഒക്കെ നമ്മൾ അവനെ പലതും ശീലിപ്പിച്ചു തുടങ്ങും. അവൻ ഏറ്റവും കൂടുതൽ എന്റർടൈൻ ചെയ്യുന്ന ഒന്നാണ് അവന്റെ ലൈംഗിക അവയവങ്ങളെ പിടിച്ചുകൊണ്ടുള്ള അവന്റെ ഒരു വിനോദം. അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അവരെ സംസ്കാരത്തിലാക്കാൻ നോക്കും. അത് മോശമാണ് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കും. അങ്ങനെ ഇവന്റെ അടിസ്ഥാന ചോദനകളെ എല്ലാം തല്ലിത്തകർത്ത് ഞാൻ ആര് എന്ന് ഇവന് ബോധം വരുന്നതിന് മുമ്പേ ഞാനല്ല എന്ന ബോധം അവന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടാവും. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഞാനല്ല മറ്റൊന്നാണെന്ന് കരുതുന്ന ആ ഒരിടം. ഞാൻ എന്ത് എന്ന് മനസ്സിലായി വരുന്ന സമയം അതൊരു 2, 3, 4 വയസ്സൊക്കെ ആവുമല്ലോ. അത് ശരിക്കും ഉറച്ചു വരണമെങ്കിൽ 8 വയസ്സൊക്കെ ആവും. ഇതിനുള്ളിൽ തന്നെ നമ്മൾ ഇതിനെ മുഴുവൻ മാറ്റി വേറൊരു പാരഡൈം ഉണ്ടാക്കി കൊടുത്ത് ആ പാരഡൈമിനനുസരിച്ച് ഞാൻ ഒന്നാണ് എന്നുള്ള ധാരണയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ആദ്യം തന്നെ അടിസ്ഥാനപരമായിട്ട് തന്നെ ഞാനല്ല എന്നുള്ള തോന്നൽ വന്നു. പിന്നെയാണ് അവൻ പഠിക്കുന്നത്, വിദ്യാഭ്യാസം നേടുന്നത്, പിന്നെ അറിവുകൾ നേടുന്നത്, ലോകത്തിന്റെ മുന്നിൽ ഞാൻ ഇങ്ങനെയാകണമെന്ന് ചിന്തിക്കുന്നത്. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അവനിലേക്ക് കയറുമ്പോഴും അവൻ പിന്നെ ഈ ഞാനല്ല എന്ന് മനസ്സിലാക്കി, അല്ലെ ഞാനല്ല എന്നുള്ള ധാരണയിലേക്ക് വന്നു. അവിടെ നിന്നും ഞാൻ മറ്റൊന്നാണെന്ന് കാണിക്കാനുള്ള പ്രവണത അവന്റെ ഉള്ളിൽ ഉണ്ടായി വരും. ഞാൻ മാന്യനാണ്, ഞാൻ ഉദ്യോഗസ്ഥനാണ്, ഞാൻ മലയാളിയാണ്, ഞാൻ മറ്റെന്തോ ആണ് എന്ന ധാരണയിലേക്കാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വസ്ത്രധാരണം മുതൽ അവന്റെ ഭാഷാ പ്രയോഗങ്ങൾ മുതൽ ഒക്കെ അവനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഈ സമയത്തെല്ലാം തന്നെ അവൻ കുളിമുറിയിൽ കയറുന്ന സമയത്ത്, അവന്റെ 100% പ്രൈവറ്റ് ആയിട്ടുള്ള സമയത്ത് ഇതൊന്നുമല്ലാത്ത ഒരു വൈൽഡർനെസ്, ഒരു വന്യത അവന്റെ അകത്തുണ്ടാവും. ആ വന്യത പുറത്തെടുക്കാൻ പാടില്ല എന്ന് സമൂഹം പഠിപ്പിച്ചിട്ടുണ്ട്. ചെറിയ കാലം മുതലേ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അപകടമാണ്, അത് തെറ്റാണെന്നുള്ളത്, അശ്ലീലമാണെന്ന്, അസഭ്യമാണെന്ന്, സഭയിൽ വെക്കാൻ കഴിയാത്തതാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വൈൽഡർനെസ് എല്ലാം അവന്റെ പ്രൈവറ്റ് ടൈമിൽ അവൻ കാണിക്കും. പ്രൈവറ്റ് ടൈമിൽ ഒന്നു വരുമ്പോ തന്നെ അയ്യോ ഞാൻ മോശമാണോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്റെ ഉള്ളിൽ മോശം ചിന്തയുണ്ടായി, മോശമാണ് ഞാൻ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോ ഞാനല്ല എന്ന് അവിടുന്ന് തന്നെ കുളിമുറിയിൽ വെച്ച് നമ്മൾ മനസ്സിലാക്കട്ടെ, ഞാനല്ല എന്ന്. നമ്മൾ ഈ ഭാഷയിലല്ല സംസാരിക്കാന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാനല്ല, ഞാനായിരിക്കുന്ന ഞാനല്ല, ഞാൻ ഈ വെളിയിൽ കാണിക്കുന്ന ഞാനല്ല, വെളിയിൽ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ. ഇതൊന്നുമല്ല നാട്ടുകാർ കാണുന്ന ഞാൻ. അപ്പോൾ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ആണെന്ന് വിചാരിക്കുന്ന ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന, മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഞാൻ, ആ ഞാൻ എന്താണോ,
ഞാനൊരു ഡോക്ടറാണ്, ഡോക്ടറുടെ ധർമ്മം നിർവഹിക്കുക വേണ്ടേ? ഡോക്ടറാണെങ്കിൽ ഡോക്ടറുടെ ധർമ്മം നിർവഹിക്കണം. ഞാനൊരു ഒരു ഉദ്യോഗസ്ഥനാണ്, ഉദ്യോഗസ്ഥന്റെ ധർമ്മം നിർവഹിക്കണ്ടേ? ഞാനൊരു പുത്രനാണ്, അല്ലെങ്കിൽ നാട്ടുകാരനാണ്, മലയാളിയാണെന്ന് പറയുമ്പോഴൊക്കെ തന്നെ നമുക്ക് ഓരോരോ ധർമ്മങ്ങൾ അറിയാതെ വന്നു ചേരുന്നുണ്ട്. ഈ വന്നു ചേരുന്ന ഞാനിനനുസരിച്ച് പിന്നെ 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 നമ്മളെങ്ങനെ മോൾഡഡ് ആവും. അപ്പോഴെല്ലാം തന്നെ അകത്ത്, കുളിമുറിക്കകത്ത് കയറുമ്പോൾ തന്റെ ഏകാന്ത സമയങ്ങളിലെല്ലാം തന്നെ തന്റെ വന്യത അകത്ത് നിൽക്കുന്നത് നമ്മളെ മാടി വിളിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മളെ തുറന്ന് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ ധർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്, നമ്മുടെ ധർമ്മവാസനകളിലേക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ സമൂഹവും സംസ്കാരവും വിദ്യയും എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മുടെ സ്വാഭാവികമായ ആക്കത്തിന് എതിർനിലകൊള്ളുന്ന ഒരു ധർമ്മത്തിലേക്ക് നമ്മളെ തള്ളിവിട്ടുകൊണ്ടിരിക്കും. അവിടെ ധർമ്മം വ്യതിചലിച്ചു പോവാണ്. ആ ധർമ്മത്തിന്റെ വ്യതിചലനമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾക്കെല്ലാം കാരണം. അത് ഭക്ഷണത്തിലായിക്കോട്ടെ, വസ്ത്രധാരണത്തിലായിക്കോട്ടെ, ജോലികൾ ചെയ്യുന്നതിലായിക്കോട്ടെ ഒക്കെ. ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ എന്താണ് ഉണ്ടാവുക? ധർമ്മം നടപ്പിലാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് കർമ്മമാണ്. ധർമ്മത്തിനും അപ്പുറത്തേക്ക് നമ്മൾ കർമ്മം ചെയ്താൽ കർമാധിക്യമായി. ധർമ്മത്തോളം കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ കർമ്മഋണതയായി. അപ്പോൾ ധർമ്മം എന്നുള്ളത് നമ്മുടെ ഉള്ളിലുള്ളപ്പോ, അതിനനുസരിച്ചുള്ള ഒരു ആക്കമുള്ളപ്പോ, അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ധർമ്മ പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ കർമ്മ പദ്ധതിയിലേക്ക് നമ്മൾ പോയാൽ എന്താ ഉണ്ടാവുക? കർമ്മഋണതകൾ ഒരു വശത്തുണ്ടാവും, കർമാധിക്യങ്ങൾ ഒരു വശത്തുണ്ടാവും. എന്താണെങ്കിലും കർമ്മത്തിന് ആകെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആകത്തുക എന്താണ്? കർമ്മത്തിന്റെ ആധിക്യം ഉണ്ടായാലും കർമ്മഋണത ഉണ്ടായാലും കർമ്മബാധ്യത എന്നുള്ള സാധനം നമ്മുടെ കൂടെ വരും. അത് നമുക്ക് പണി തന്നുകൊണ്ടേയിരിക്കും, ഓരോ തരം ബുദ്ധിമുട്ടുകൾ തന്നുകൊണ്ടേയിരിക്കും. അതൊരു വശത്ത്. ഈ അടിസ്ഥാന ചോദനകൾ അവിടെ നിൽക്കുകയാണ്. അടിസ്ഥാന ചോദനകളെ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിന് അസ്വാസ്ഥ്യം ഉണ്ടാവും. നമ്മുടെ യഥാർത്ഥ ചോദനയ്ക്ക് പകരം ഒരു നിർമ്മിതമായിട്ടുള്ള ഒരു ചോദനയുടെ വഴി പോകുന്ന സമയത്ത് നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവും. ഇത് മനഃശാന്തി കെടുത്തും. പിന്നെന്താണ് ഒരു വഴി? ഇതിനെ നിവർത്തിക്കാൻ എന്താണ് വഴി? നമ്മുടെ ധർമ്മത്തെ തിരിച്ചറിയുക. നമ്മൾ ആ വന്യതയെ കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ തയ്യാറാവുക. വന്യത എക്സ്പ്രസ് ചെയ്യാൻ തയ്യാറാവുക വെച്ചാൽ റോഡിന്റെ നടുവിൽ ഇറങ്ങിയിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തല്ല് കിട്ടിയെന്ന് വരും. അതിന് പോവുകയല്ല വേണ്ടത്. പക്ഷെ നമ്മൾ നമ്മുടെ ധർമ്മത്തെ അറിയണം. ആ ധർമ്മം ധർമ്മമായിട്ട് തന്നെ തുറന്നു വെക്കാൻ നമുക്ക് കഴിയണം. എന്റെ ഉള്ളിലുള്ള പകൽമാന്യതയ്ക്ക് പകരം, എന്റെ ഉള്ളിലുള്ള കർമ്മമാന്യതയ്ക്ക് പകരം ഞാൻ എന്താണോ അത് തന്നെ ആയിരിക്കുന്ന ഒരവസ്ഥ. മനസ്സിന്റെ 6 തലങ്ങളെ നമ്മൾ ഒളിമ്പസിന്റെ പാഠ്യപദ്ധതികളിൽ പലയിടത്തും പഠിച്ചിട്ടുണ്ടാവും. സഹജാവബോധം, ശിക്ഷിതാവബോധം എന്ന് തുടങ്ങിയ 2 അവബോധ തലങ്ങൾ കഴിഞ്ഞ് പിന്നെ വഴക്കം, തഴക്കം ഒക്കെയുള്ള ശിക്ഷിതാവബോധത്തിന്റെ കല കഴിഞ്ഞ് പിന്നെ ധാരണയുടെ അവസ്ഥ കഴിഞ്ഞ് ഉപബോധത്തിന്റെ അവസ്ഥ കഴിഞ്ഞ് ബോധത്തിന്റെ അവസ്ഥ കഴിഞ്ഞ് പ്രകട മനസ്സിന്റെ പെരുമാറ്റത്തിന്റെ അവസ്ഥ കഴിഞ്ഞ് പ്രതിമനസ്സിന്റെ നമ്മുടെ അനുഭവങ്ങളുടെ തലങ്ങൾ വരെയുള്ള നീണ്ടു കിടക്കുന്ന മനസ്സിന്റെ കുറെ തലങ്ങൾ. ഈ തലങ്ങളെല്ലാം തമ്മിൽ സുതാര്യമാകണമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ 2 മനോതലങ്ങൾക്കിടയിൽ യുക്തി വന്നു കഴിഞ്ഞാൽ, യുക്തിക്ക് കാരണമാകുന്ന ദ്രവ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഈ മനസ്സിന്റെ സുതാര്യത, ഉപബോധവും ബോധവും തമ്മിൽ സുതാര്യമാവില്ല. ഉപബോധവും അവബോധവും തമ്മിൽ സുതാര്യമാവില്ല. അവബോധവും സഹജാവബോധവും തമ്മിൽ സുതാര്യമാവില്ല. നമ്മുടെ ചിന്തയും അല്ലെങ്കിൽ ബോധവും പ്രകടബോധവും തമ്മിൽ, പെരുമാറ്റവും തമ്മിൽ സുതാര്യമാവില്ല. ഇവിടെ എല്ലാം നമുക്ക് ഹഡിൽസ് വരും, നമുക്ക് തടസ്സങ്ങൾ വരും. ഈ തടസ്സങ്ങളെ അതിജീവിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ധ്യാനം അതിന് എളുപ്പത്തിലുള്ള ഒരു വഴിയാണ്. ഇരുന്ന് ധ്യാനിക്കുകയാണ് വേണ്ടത്. നമുക്ക് നമ്മുടെ ചോദനകളെ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ വാസനകളെ നമ്മൾ തിരിച്ചറിയണം. വാസന നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ വാസന നടപ്പിലാക്കാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കണം. ഈ വാസന ഉണ്ടാകുന്ന സമയത്ത് ഈ വാസന ശിക്ഷിതമായിട്ടുണ്ടായതാണോ എന്നുള്ളത് പരിശോധിക്കണം. നമുക്ക് തോന്നുന്നത് പറയണം, തോന്നുന്ന പോലെ ചെയ്യണം. താൻ തോന്നിയാകണം എന്നല്ല പറഞ്ഞത്. തോന്നുന്നത് പറയണമെങ്കിൽ ആ തോന്നൽ നല്ലതായിരിക്കണം, അല്ലെങ്കിൽ അടികൊള്ളും. അപ്പോ ശുചീകരണം എന്നുള്ളത് നമ്മുടെ അകത്തളങ്ങളിൽ നിന്ന് തുടങ്ങണം. അതിനുവേണ്ടിയാണ് ഈ ധ്യാനം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് സാധനകളിലേക്ക് പോകുന്നത്. നമ്മുടെ പ്രാണനെ ശ്രദ്ധിച്ചുകൊണ്ട് പ്രാണൻ നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തോ അത് നടപ്പിലാക്കിക്കൊണ്ട് അതിനുമപ്പുറത്തേക്ക് വരുന്ന വന്യതയെ നമ്മൾ കർമ്മങ്ങളിലൂടെ ചെയ്തു തീർക്കണം. പെരുമാറി ചെയ്തു തീർക്കുകയല്ല, കർമ്മം ചെയ്തു തീർക്കുക. നമ്മുടെ ഉള്ളിലുണ്ടായി വരുന്ന ഉയർന്ന ഊർജമുണ്ടല്ലോ,
നമ്മുടെ വന്യതകളെ എല്ലാം പ്രകടിപ്പിക്കാനുള്ള ഊർജ്ജമുണ്ടല്ലോ, ഇത് കർമ്മങ്ങൾ ചെയ്ത് തീർക്കുക, സേവനങ്ങൾ ചെയ്ത് തീർക്കുക, തന്റേതായ ധർമ്മങ്ങൾക്ക് പകരം മറ്റുള്ളവർക്ക് വേണ്ടി ആ കാര്യങ്ങൾ ചെയ്തങ്ങ് തീർക്കുക. തീർത്ത് പോകണം. ആ തീർത്ത് പോകുന്നതിന്റെ ഒപ്പം സാധന ചെയ്ത് പോകണം. സാധന ചെയ്യും തോറും മനസ്സിന്റെ ഓരോ തലങ്ങളും തമ്മിലുള്ള സുതാര്യത ഉണ്ടായി വരും. ഈ മനസ്സിന്റെ തലങ്ങൾക്കിടയിലെ സുതാര്യത ഉണ്ടാവുന്ന സമയത്ത് അതിനകത്തുണ്ടാവുന്ന യുക്തികൾ ആദ്യമെല്ലാം ബുദ്ധിമുട്ടിക്കും. പക്ഷെ ആ യുക്തികളെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അവിടെയുള്ള ഗ്രന്ഥികളുടെ കെട്ട് പൊട്ടിച്ച് പോകാൻ കഴിയും. അങ്ങനെ പൊട്ടിച്ചു പോകുന്ന നമുക്ക് സുതാര്യമായിരിക്കാൻ പറ്റും. ആ സുതാര്യമായിട്ടുള്ളൊരവസ്ഥയിൽ ഞാൻ എന്നുള്ളതിനെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും. ആത്മജ്ഞാനത്തിലൂടെ നമ്മൾ അതാണ് പഠിക്കുന്നത്. ഞാനെന്ന ഞാനിനെ തിരിച്ചറിയുക. ഞാനെന്ന ഞാൻ, ഒറിജിനലായിട്ടുള്ള ഞാൻ എന്റെ ധർമ്മം, എന്റെ ദൗത്യം എന്ത് എന്നുള്ളത് തിരിച്ചറിയുക, അതിലേക്ക് പോവുക. അപ്പൊ ഞാൻ ഇന്നുള്ള ഞാൻ എന്താണ്? ഇത് മെയ്ഡപ്പ് ആണ്, അല്ലെ? നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. ആ ഉണ്ടാക്കിയെടുത്ത ഞാൻ തെറ്റല്ല. നമ്മൾ ആരെങ്കിലും വിചാരിച്ചുണ്ടാക്കിയതാണത്, നമ്മളൊരു തെറ്റ് ചെയ്തതാണോ? അല്ല, അങ്ങനെ ആയിത്തീർന്നതാണ്. അതിനെയാണ് നമ്മൾ ശുചീകരിക്കേണ്ടത്. നമ്മൾ സംസ്കരിക്കേണ്ടത് ഈ റോ ആയിട്ടുള്ള ഞാനിൽ നിന്നും ഇന്നുള്ള ഞാനിലേക്ക് സംസ്കരിച്ചെടുത്തല്ലോ. അതിന് പകരം ഒരു പ്രതിസംസ്കാരം കൊണ്ട്, പ്രതിസംസ്കാരം എന്ന് വെച്ചാൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയല്ല, അതിന്റെ ആക്കത്തെ ശുചീകരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രതിസംസ്കാരം നമ്മൾ ഒഴിവാക്കണം. ആ പ്രതിസംസ്കാരത്തിന് വേണ്ടിയുള്ള വഴി എന്ന് പറയുന്നത് സാധനയാണ്. പ്രാണനെ ആധാരമാക്കി, അവനവനെ ആധാരമാക്കിയുള്ള സാധന. ഈ സാധന ഇരുന്ന് ചെയ്ത് ശാന്തിയിൽ ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ അതല്ലാത്തപ്പോഴും ചെയ്യണം. അതിനാണ് സദാഗതി എന്ന് പറയുക. സദാഗതിയിലായിരിക്കുക, ആ ഡിറക്ഷനിലായിരിക്കുക. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രാണനം എന്ന് പറയുന്നത് ശ്വാസത്തിന്റെ ശരിയായ ചലനവും ശരിയായ പ്രവർത്തനവും ചേർന്ന് വരുന്ന ഒരു അവസ്ഥയാണ്. ആ പ്രാണനം എന്നുള്ള ഒരു അവസ്ഥയെ നമ്മൾ ആ സമയത്താണ് കൃത്യമായിട്ട് സ്ഥാപിക്കാൻ കഴിയുക. അങ്ങനെ പ്രാണനത്തിലായിരിക്കുമ്പോൾ, സദാഗതിയിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സുതാര്യതയെ ശുചീകരിക്കാൻ കഴിയും. അപ്പോ കർമ്മദോഷങ്ങൾ, കർമ്മരണതയാണെങ്കിലും കർമ്മബാധ്യതയാണെങ്കിലും അല്ലെങ്കിൽ കർമാധിക്യമാണെങ്കിലും അവയുടെ പ്രഹരം കുറഞ്ഞു പോകും. നമുക്ക് ശാന്തമായി പോകാൻ കഴിയും. ജീവിതത്തിലെ ആഘാതങ്ങളെല്ലാം തീർന്നു എന്നല്ല അതിനർത്ഥം. ജീവിതാഘാതങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് അറിഞ്ഞ് അതിജീവിച്ചു പോകുവാനുള്ളൊരു പാകം നമ്മിലേക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മളായിത്തീരും. ഞാനായിത്തീരും. എന്റെ ധർമ്മം എന്തെന്ന് മനസ്സിലാവും, എന്റെ ദൗത്യങ്ങൾ എന്തെന്ന് മനസ്സിലാവും. അവിടെ ഋണതകൾ ഉണ്ടാവില്ല, ബാധ്യതകൾ ഉണ്ടാവില്ല. അതില്ലാതെ ശാന്തമായി പോകാൻ പറ്റും. അപ്പൊ അതിനുള്ള വഴി എന്ന് പറയുന്നത് പ്രാണനമാണ്, നമ്മുടെ ആത്മബോധ്യമാണ്. ആ ആത്മബോധ്യത്തിലേക്കുള്ള യാത്രയാണ് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ വഴിയാത്രയിൽ നമുക്ക് ഒരുമിച്ച് പോയി സ്വയം കണ്ടെത്തി അതിലൂടെ നമ്മുടെ സമാജത്തിന്റെ ധർമ്മത്തെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശയിൽ ഞാൻ നിർത്തുകയാണ്. ഈ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ പുതിയ തെളിച്ചങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.